ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ വ്യവസായിയുടെ കപ്പലിൽ ഒരു മലയാളി യുവതിയും. കപ്പലിൽ പരിശീലനത്തിനുണ്ടായിരുന്ന തൃശൂർ സ്വദേശി ആൻറ്റസ ജോസഫാണ് നാലാമത്തെ മലയാളി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് മകളുമായി അവസാനമായി സംസാരിച്ചതെന്ന് പിതാവ് ബിജു എബ്രഹാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി കപ്പലിൽ ഉൾപ്പെട്ട 17 ഇന്ത്യക്കാരിൽ തൃശൂർ സ്വദേശി ആൻറ്റസ ജോസഫാണ് നാലാമത്തെ മലയാളി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ ആൻറ്റസയുമായി സംസാരിച്ചിരുന്നുവെന്ന് പിതാവ് ബിജു എബ്രഹാം. കഴിഞ്ഞ 9 മാസമായി ട്രെയിനിങ്ങിന്റെ ഭാഗമായി ആൻറ്റസ കപ്പലിലുണ്ട്. കപ്പലിലുണ്ടായിരുന്നവർ സുരക്ഷിതരാണെന്ന് കപ്പൽ കമ്പനി അറിയിച്ചിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ ഇല്ല. അവളുമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഞാൻ കോൺടാക്ട് ചെയ്തതാണ്. അവളൊരു ഫിക്സഡ് ഷെഡ്യൂളിലാണ് രാവിലെയും ഈവനിങ്ങും വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞ് കിടക്കാൻ പോകാമെന്ന് കിടന്ന് പിറ്റേ ദിവസം രാവിലെ അവൾ പറഞ്ഞ ഷെഡ്യൂളിൽ കോൾ വരാത്തത് കൊണ്ട് ഞങ്ങൾ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. അന്ന് ഉച്ച കഴിഞ്ഞ് MSC ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് ഒരു ക്യാപ്റ്റൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. കപ്പൽ അബുദാബിയിൽ നിന്നും ബോംബെക്കുള്ള കോഴ്സിൽ വെച്ച് ഇറാനിയൻ ട്രൂപ്സ് ഒരു ഹെലികോപ്റ്ററിൽ വന്ന് അവിടെ വടത്തേൽ ഇറങ്ങി കപ്പൽ പിടിച്ചെടുത്തെന്ന് പറഞ്ഞു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി ശ്യാംനാഥ്, പാലക്കാട് സ്വദേശി സുമേഷ്, വയനാട് സ്വദേശി PV ധനേഷ് എന്നിവരാണ് കപ്പലിലുണ്ടായിരുന്ന മലയാളികളെന്നായിരുന്നു ആദ്യ വിവരം. മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ അയച്ച കത്തിലും ആൻറ്റസയുടെ പേരുണ്ടായിരുന്നില്ല. മകൾക്ക് വേണ്ടി അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ബിജു എബ്രഹാം ആവശ്യപ്പെട്ടു. നാളെ മുംബൈയിലെത്താനിരിക്കെയാണ് ഇറാൻ കപ്പൽ പിടിച്ചെടുത്തത്. ഇറാന്റെ പിടിയിലാകപ്പെട്ട ഇന്ത്യക്കാരുടെ മോചനത്തിനായുള്ള പ്രവർത്തനങ്ങൾ വിദേശകാര്യ മന്ത്രാലയം ഊർജിതമാക്കി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളാഹിയാനിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.